നമ്മളെ അവരെ അപമാനിച്ച ഗിരി ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പാഴായ സദ്യവട്ടങ്ങൾ പറമ്പിൽ കുഴിച്ചു മൂടിയ പോലെ അവനെയും ജീവനോടെ കുഴികുത്തി മൂടണം. ഏട്ടനും ഏട്ടത്തിയമ്മയായിട്ടുള്ള വിവാഹം നടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരേ പ്രാർത്ഥനയായിരുന്നു. അതെ പാറു. പക്ഷെ ഏട്ടൻ വിവാഹം കഴിക്കാൻ വന്നത് ഏട്ടത്തിയമ്മ തന്നെയായിരിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിയാ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്നോർത്ത് ഞങ്ങളെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴും രശ്മി ഉറപ്പിച്ചു പറയുമായിരുന്നു ഗിരിയേട്ടൻ തന്നെ പാറുവിനെ വിവാഹം കഴിക്കുമെന്ന്. അവസാന നിമിഷം വരെയും ഇവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു. അതാണ് എന്റെ പ്രവചനത്തിന്റെ ശക്തി. എന്തായാലും ഞാൻ പറഞ്ഞ സത്യമല്ലോ. അതെ, ഏട്ടത്തിയമ്മയുടെ നാണം കണ്ടില്ലേ? നാണം നാണം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഞങ്ങളോടൊരു വാക്ക് പറയാത്തത് മോശമായിപ്പോയി. അതില് ഞങ്ങക്ക് നല്ല പരിഭവമുണ്ട്. അതെ അതെ, ഏട്ടനും പറഞ്ഞില്ല ഏട്ടത്തിയമ്മയും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന്. അതുകൊണ്ടാ ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. പാറുവായിട്ട് ഇഷ്ടത്തിലാണോന്ന് ചോദിച്ചാ ഏട്ടൻ അപ്പൊ ഒഴിഞ്ഞു മാറും അല്ലേ? അതെ, നടക്കാത്ത കാര്യങ്ങള് സ്വപ്നം കാണണ്ടാന്ന് പറഞ്ഞു ഉപദേശിക്കൂ. രണ്ടാളും നല്ല ബുദ്ധിശാലികൾ തന്നെയാ. ചേച്ചി, ഇവര് നമ്മളെ പറ്റിച്ചതിന് ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം കേട്ടോ. അതെ, അത് വേണം. അല്ല, എന്ത് ശിക്ഷ കൊടുക്കും? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇത്ര വലിയ ഡോക്ടറായിട്ടും പാറു ചേച്ചി ഗിരിയേട്ടനെ മറന്നില്ലല്ലോ. അതിന് പാറു ചേച്ചിയുടെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. പാറുവിനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെയും ഗിരിയേട്ടന്റെയും ഭാഗ്യ. അവിടെ പടനിലത്തുള്ളതുപോലെ സമ്പത്തും പ്രതാപമൊന്നും ഇല്ലെങ്കിലും ഇവിടെ സ്വർഗമായിരിക്കും പാറുവിന്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കൊല്ലും ഞങ്ങള്. എന്തായാലും ഗിരിയേട്ടനോളം വരില്ല ഞങ്ങളുടെ സ്നേഹം. പാറുവിനെ പൊന്നുപോലെ നോക്കും ഗിരിയേട്ടൻ. അത്രയ്ക്ക് ഇഷ്ട ഏട്ടന് ഈ ഏട്ടത്തിയമ്മ. ഏതായാലും ആ പെടലീന്ന് രക്ഷപ്പെട്ടല്ലോ, അത് നന്നായി. ആ പെടല് തിരിച്ചുള്ള നോട്ടം, അയാളിപ്പോ ചമ്മി വടിയായിട്ടിരിക്കുന്നുണ്ടാവും. അച്ഛാ, മരിച്ചുപോയാ പിന്നെ ഇങ്ങനെയല്ലേ പടത്തില് മാലയിട്ട് വെക്കണ്ടേ? ഇവളെ കൊന്നിട്ട് വേണമായിരുന്നു ഇതെല്ലാം. പാഴായ സദ്യവട്ടങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ കുഴിവെട്ടി മൂടി. അച്ഛാ, പല ഭാഗത്തുനിന്നും ധാരാളം കോളുകൾ വരുന്നുണ്ട്. കല്യാണം എങ്ങനെ മുടങ്ങിയെന്ന് അറിയണം. പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. സത്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കള്ളം പറയാനാവില്ലല്ലോ. ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നു നിനക്ക്. എന്തിനാ എല്ലാരോടും മറുപടി പറയാൻ നിൽക്കുന്നേ? ഒരുത്തനൊന്ന് വീണാൽ ആഘോഷിക്കാൻ നിൽക്കുന്നവരാണ് ചുറ്റിനെന്ന് നിനക്കറിയാൻ പാടില്ലേ? ഓഫ് ചെയ്ത് വെച്ചു. അതിനു മുമ്പ് ഇന്ദ്രനെയും വിശ്വേട്ടനെയും ഞാനൊന്ന് വിളിച്ചിരുന്നു. പക്ഷെ അവർ ഫോൺ എടുത്തില്ല അച്ഛാ.
നമ്മളെപ്പോലെ തന്നെ വല്ലാത്ത അപമാനമല്ലേ അവരും നേരിട്ടത്. അതിന്റെ ദേഷ്യവും വിഷമവും അവർക്കും കാണാതിരിക്കൂ. അച്ഛാ, അവർ നമ്മളെ വെല്ലുവിളിച്ചിട്ട് പോയെങ്കിലും നമുക്ക് അവരെങ്ങനെയെങ്കിലും മറക്കാനാവില്ലല്ലോ. ബിസിനസ്സിൽ അവർ നമ്മുടെ പാർട്ട്നേഴ്സ് അല്ലേ. ചൂടൊന്ന് മാറട്ടെ, നമുക്ക് അവരെ കാണണം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ഈ വിവാഹം നടത്താൻ ഉദ്ദേശിച്ചത് തന്നെ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാ. വിവാഹം മുടക്കിപ്പോയെങ്കിലും ഞാൻ മനസ്സിൽ കണ്ട ആ ലക്ഷ്യങ്ങൾ എനിക്ക് നടത്തിയെടുക്കണം. അതെന്റെ ഒരു വാശിയാ. അവരെന്നേക്കോയി നമ്മളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതൊരിക്കലും സംഭവിക്കില്ല. എന്ത് വില കൊടുത്തും പത്മനാഭൻ അവരെ കൂടെ നിർത്തിയിരിക്കും. ഗിരിയെ തീർത്താ മതി. അവര് കൂടെ നിൽക്കും. നമ്മളെ അവരെ അപമാനിച്ച ഗിരി ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പാഴായ സദ്യവട്ടങ്ങൾ പറമ്പിൽ കുഴിച്ചു മൂടിയ പോലെ അവനെയും ജീവനോടെ കുഴികുത്തി മൂടണം. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി. സിദ്ധു ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. സിദ്ധുവിന് ഇതെന്താ പറ്റിയത്? അവനെന്തോ കോൾ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. സിദ്ധു എന്തീ കാണിക്കുന്നത്?